ആത്മബന്ധോ. വിശ്രമവും സ്വസ്ഥമായ നിമിഷങ്ങളെയും കടന്ന് വരാനിരിക്കുന്ന ദിനത്തെ സ്വാഗതം ചെയ്യുവാൻ നമ്മളെ തയ്യാറാക്കുവാനായി ഒരു രാത്രി ഇതാ എത്തുകയാണ്. ഒരു ദിവസത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞിരിക്കുന്നു. പുതുതായി ഇന്ന് കിട്ടിയ അനുഭവങ്ങൾ, ഇന്ന് ലഭിച്ച അറിവുകൾ, അങ്ങനെ വിശേഷമായൊരു ദിവസം പൂർത്തിയാക്കി രാത്രിയിലേക്ക് സന്തോഷമായി സ്വസ്ഥമായി ഉറങ്ങുവാൻ സമയമാവുകയാണ്. സന്തോഷമായി ഉറങ്ങാൻ എവിടെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്? എവിടെയാണ് സന്തോഷത്തിൻ്റെ താക്കോൽ? നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മളിൽ തന്നെയാണ്. നമ്മളെപ്പോൾ നന്ദിയുള്ളവരാകുന്നുവോ, എപ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിൽ തൃപ്തി അനുഭവിക്കുന്നുവോ, എപ്പോഴൊക്കെ നമുക്ക് കടപ്പാട് തോന്നുന്നുവോ, ജീവിക്കണം എന്ന ബോധ്യം ഉണ്ടാകുന്നുവോ, അപ്പോഴൊക്കെ സന്തോഷത്തിലേക്കുള്ള താക്കോൽ കയ്യിൽ കിട്ടുകയാണ്. സന്തോഷത്തിലേക്ക് രഹസ്യമായൊരു വഴിയുണ്ടോ? ആ താക്കോൽ കണ്ടെത്താൻ അവനവനെ തന്നെ തിരയുക, വീണ്ടും വീണ്ടും തിരയുക. ഒരു ദിവസം മുഴുവൻ നമ്മളിൽ സംഭവിച്ച നന്മകളെ അന്വേഷിച്ചു കണ്ടെത്തുക. നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളെ വീണ്ടും വീണ്ടും ആലോചിക്കുക, ആഴത്തിൽ ആലോചിക്കുക. എന്താണ് ഇന്ന് ചെയ്ത നല്ല പ്രവൃത്തി? ഒരു തവണ ആലോചിച്ചു കിട്ടുന്നില്ല എങ്കിൽ ആ ദിവസത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുക. ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റതു മുതൽ ഈ നിമിഷം വരെ ഓരോ തവണയും നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ പ്രവർത്തിച്ചു അന്വേഷിക്കുക. ആ അന്വേഷണങ്ങളിൽ എവിടെയൊക്കെയോ മറന്നുവെച്ച ചിലതുണ്ടാകും. മറന്നുപോയ നമ്മളെ വീണ്ടും ഓർത്തെടുക്കുക. ഈ ദിവസത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിലതുണ്ടാകും. അതിലുമുണ്ടാകാം ചിലപ്പോൾ സന്തോഷത്തിൻ്റെ താക്കോൽ. എല്ലാം ഓർത്തെടുത്ത് ഈ ദിവസത്തിൻ്റെ ആനന്ദത്തെ ചേർത്ത് പിടിച്ചിട്ട് പിന്നെ ഈ ദിവസത്തെ അങ്ങ് വിട്ടുകളയുക. കാരണം ഇത് കഴിഞ്ഞിരിക്കുന്നു. ഇനി വീണ്ടും ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. രാത്രിയായി, സ്വസ്ഥമായി ഉറങ്ങുവാൻ സമയമായി. രാത്രി എന്നാൽ ഇരുട്ടാണ്. ഉറക്കമെന്നാലും ഇരുട്ടിലേക്കുള്ള നമ്മളുടെ സഞ്ചാരം തന്നെയാണ്. കണ്ണുകൾ അടച്ചാൽ പിന്നെ ഇരുട്ടാണല്ലോ അല്ലേ? ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. സുദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടൂ. Inhale deeply. Exhale completely. ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. മെല്ലെ കണ്ണുകൾ അടയ്ക്കൂ. ഇരുട്ട്, ഇരുട്ടിനെ ആഴത്തിലറിയൂ. കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഈ ഇരുട്ടില്ലേ, ഈ ഇരുട്ടാണ് പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായിരുന്നത്. നമ്മളീ കാണുന്നതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ആദ്യമുണ്ടായിരുന്നത് ഈ ഇരുട്ട് മാത്രം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആദ്യ സത്യമല്ലേ ഈ ഇരുട്ട്, പരമമായ സത്യം. അപ്പോൾ ഓരോ ഉറക്കത്തിലും കണ്ണുകൾ അടച്ചാൽ നമ്മൾ അറിയുന്നത് ഈ പരമമായ യാഥാർത്ഥ്യത്തെ അല്ലേ, പരമമായ സത്യത്തെ. പ്രപഞ്ചത്തിൽ നിഗൂഢമായി നിൽക്കുന്ന ഈ ഇരുട്ട്, ഈ ഇരുട്ടിലാണ് ഭഗവതി പരാശക്തി കുഷ്മാണ്ഡ സ്വരൂപിണിയായി നിന്നുകൊണ്ട് ജീവനുണ്ടാകണമെന്ന്, പ്രകൃതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. ആ ചിന്ത ഉള്ളിൽ വന്നപ്പോൾ തന്നെ ഭഗവതിയിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ആ പുഞ്ചിരിയുടെ പ്രകാശമാണ് സൂര്യ തേജസ്സായത്. ആ പുഞ്ചിരിയുടെ അനുഭവം നറുനിലാവായപ്പോഴാണ് ചന്ദ്രനുണ്ടായത്. അപ്പോൾ ഇരുട്ട് എന്നാൽ ആ അമ്മയാണ്. അമ്മയുടെ പുഞ്ചിരിയിൽ നിന്നാണ് പ്രഭാ
പ്രഭാതം വരാനിരിക്കുന്നത്, ജീവിതം വരാനിരിക്കുന്നത്. ഒരു ഗർഭപാത്രത്തിനുള്ളിലാകുമ്പോഴും ആ ശിശു അറിയുന്നത് അമ്മയാകുന്ന ആ ഇരുട്ടിനെയാണ്. ആ ഇരുട്ടിനെ എത്ര വിശ്വാസമാണല്ലേ നമുക്ക്. ഗർഭപാത്രത്തിൽ സദാ നമുക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടേയിരുന്ന ആ സംരക്ഷണം, സുരക്ഷിതത്വം, കരുതൽ. ഇന്നും ഈ പ്രപഞ്ചം, ഈ പ്രകൃതി അതേ കരുതൽ നമുക്കായി സൂക്ഷിക്കുന്നുണ്ട്. ഉറക്കത്തിൽ കണ്ണടച്ച് ഈ ഇരുട്ടിനെ അറിയുമ്പോൾ അതേ ഗർഭപാത്രത്തിലാണ് നമ്മൾ വീണ്ടും. അമ്മ, പ്രപഞ്ചശക്തി ആ ഗർഭപാത്രത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് വേണ്ടി ചെയ്യാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നമുക്ക് വേണ്ടി മിടിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നു പ്രപഞ്ചശക്തി. വിശ്വസിക്കുക, അനുഭവിക്കുക. അമ്മയാകുന്ന ഇരുട്ടിനെ അറിഞ്ഞ്, ഉറക്കമാകുന്ന മഹാധ്യാനത്തെ അറിഞ്ഞ്, എല്ലാം പുനഃസൃഷ്ടിക്കുവാനുള്ള അവസരങ്ങളൊരുക്കുന്ന നിദ്രയെ ഒരു തപസ് പോലെ സ്വീകരിച്ചുകൊണ്ട് സ്വസ്ഥമായ മനസ്സോടുകൂടി, അതിസുഖകരമായി വിശ്രമിക്കുന്നൊരു ശരീരത്തോടുകൂടി ഞാനിതാ ഉറങ്ങാൻ തുടങ്ങുന്നു. ഈ ഉറക്കത്തിൽ പരമമായ ചൈതന്യ പ്രവാഹങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട്, എന്നാൽ ഞാൻ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ മറന്നു പോകും വിധം സ്വസ്ഥമായിക്കൊണ്ട്, അമ്മയാകും സ്നേഹത്തെ അറിഞ്ഞ് മെല്ലെ ഉറക്കത്തിലേക്ക് സ്വസ്ഥമായി ഉറങ്ങുക. ഈ ഇരുട്ടിന് മാത്രമേ ആ പ്രകാശത്തെ പറഞ്ഞു തരാനാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറങ്ങുക. ആത്മബന്ധു. ശുഭരാത്രി.